5000 പേരെ തെങ്ങേറ്റത്തിൽ പഠിപ്പിച്ച ഒരാളാണ്. 5000 ട്രെയിനറാണ്, മാസ്റ്റർ ട്രെയിനറാണ്. മാക്സിമം ആൾക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടി ബെൻഡിങ് മാത്രമാണ് മെഷീനിൽ വരുന്നത്. ഇവിടെ വെൽഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു 3-4 പോർഷനിലെ മെയിൻ. മാത്രമല്ല ഒത്തിരി വീട് മരണമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സംഭവിച്ചിട്ടുണ്ട്. തെങ്ങേറ്റത്തിൽ പല രീതിയിൽ കയറുമ്പോൾ വളരെ രീതിയിൽ അപകടങ്ങൾ. F-0 വന്നിരിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിക്ക് അടുത്തായിട്ട് കൂട്ടാലിട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നീ കാണാൻ പറ്റുന്ന മാർഷൽ ഇൻഡസ്ട്രീസിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചെയ്യുന്നത് യന്ത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ തെങ്ങ് കയറാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ ഉണ്ടല്ലോ, കണ്ടിട്ടില്ല നമ്മള്. സ്ത്രീകളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തെങ്ങിലേക്ക് കയറി പോകുന്നത്. അത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ രീതിയിൽ ചെയ്യുന്ന, അല്ല ഒരേ ഒരെണ്ണം തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്രയും വലിയ രീതിയിലാണ് ഇവിടെ ഈ ഒരു മാർഷൽ ഈ ഒരു യന്ത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണ രീതി എന്ന് നമ്മൾ കാണാൻ പോവാണ്. നേരെ കമ്പനിക്കകത്തേക്ക്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് ജോയ് ചേട്ടനാണ്. ജോയ് ചേട്ടന്റെ കമ്പനിയിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ജോയ് ചേട്ടന്റെ മകനായിട്ടുള്ള സിൽസൺ ഇപ്പൊ എന്റെ മുന്നിലുള്ളത്. സിൽസൺ, ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായി? കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2006 സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണിത്. അച്ഛൻ്റെ ഒരു പപ്പയുടെ ഇന്നോവേഷനാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. തെങ്ങേറ്റ മേഖലയിൽ കർഷകർ അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതിനു ശേഷം പപ്പയായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മിഷനാണ് ഈ തെങ്ങേറ്റ മിഷൻ. മാർഷൽ ക്ലൈംബർ എന്നാണ് മിഷൻ അറിയപ്പെടുന്നത്. മഴ സമയത്ത് നമുക്ക് തെങ്ങിൽ കയറാൻ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന ഒരു കർഷകരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഈ മിഷൻ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. 2006 ഈ മിഷൻ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2006 മുതൽ തുടങ്ങിയാണ്. 2006 നമുക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റ്, ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് 2008 പേറ്റന്റ് നമുക്ക് ലഭിക്കുന്നത്. ഗവൺമെന്റിന് വേണ്ടി സപ്ലൈ തുടങ്ങിയിരിക്കുന്നത് 2006 നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിരിക്കുന്നത്. ഇനി എനിക്ക് അറിയേണ്ടത് ഇതിന്റെ പ്രൊഡക്ഷൻ രീതികളാണ്. എങ്ങനെയാണ് ഇത് പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുന്നത്, അതേപോലെ നിങ്ങളുടെ റോ മെറ്റീരിയൽ എങ്ങനെയാണ്, എവിടുന്ന് പർച്ചേസ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ്. റോ മെറ്റീരിയൽ മെയിൻ ആയിട്ട് വരുന്നത് സ്റ്റീൽ റോഡ്, വയർ റോപ്പാണ് മെയിൻ ആയിട്ട് 2 റോ മെറ്റീരിയൽ വരുന്നത്. റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് ബോംബെ പർച്ചേസ് ചെയ്യുന്നത്. പർച്ചേസ് ചെയ്യുന്ന ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ള പ്രൊഡക്റ്റ് ഐറ്റം റോ മെറ്റീരിയൽ ആണ് പർച്ചേസ് ചെയ്യുന്നത്. പർച്ചേസ് ചെയ്ത് അവിടെ നേരെ വരുന്നത് നമ്മുടെ യാർഡിലേക്കാണ് വരുന്നത്. നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ആ സ്റ്റീൽ റാഡിനെ നമ്മൾ മിഷനിലേക്കാണ് പോകുന്നത്. മിഷനിൽ ഇവിടെ കറക്റ്റ് മിഷനിലേക്ക് കട്ട് ചെയ്യുന്ന സെക്ഷനിലേക്ക് പോകുന്നതിന് ശേഷം ഓരോ സെക്കൻഡിൽ ഓരോ കട്ടിംഗ് ആണ് വരുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അത് ബെൻഡ് ചെയ്യുന്ന സെക്ഷനിലാണ് പോകുന്നത്. അവിടെ റാഡ് ബെൻഡ് ഹൈഡ്രോളിക് മെഷീനിലാണ്. ഇവിടെ ഓട്ടോമാറ്റിക്കലി അത് ബെൻഡ് ചെയ്ത് പുറത്തേക്ക് വരുവാണ്. പുറത്തേക്ക് വന്നതിന് ശേഷം നെക്സ്റ്റ് അതിൻ്റെ ഒരു ഹാൻഡിൽ ബെൻഡ് ചെയ്യുന്ന സെക്ഷനിലേക്കാണ് വരുന്നത്. നെക്സ്റ്റ് ഈ 50,000 ടണ്ണിൻ്റെ ഈ മെഷീനിലേക്ക് ഹാൻഡിൽ ബെൻഡ് ചെയ്ത് ഓൾറെഡി റാഡ് പുറത്തേക്ക് ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് വരുവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് അതിനുശേഷം നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതിലേക്ക് പ്രിൻറ്റ് ചെയ്യുന്ന സെക്ഷനാണ്. അതിൻ്റെ ഹാൻഡിലാണ് നമ്മുടെ സീരിയൽ നമ്പർ, മാനുഫാക്ചറിംഗ് ഡേറ്റ്, നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് അതിൻ്റെ ഹാൻഡിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് മോഡലാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് അത് മോൾഡിംഗ് സെക്ഷനിലേക്കാണ് പോകുന്നത്. മോൾഡിംഗ് സെക്ഷനിൽ അവിടെ മോൾഡിംഗ് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ സ്റ്റാൻഡ് ഓൾറെഡി അവിടെ സെറ്റ് ആയിട്ടുണ്ടാവും. ഇത് റൺ ചെയ്യുന്നത് സ്റ്റാൻഡിലാണ്. ഓൾറെഡി ഈ സ്റ്റാൻഡാണ് വെൽഡിങ്ങിൻ്റെ നേരത്തെ നമ്മൾ പരാമർശിച്ചിരുന്നു. അപ്പോൾ ഈ സ്റ്റാൻഡ് ഇവിടെ ഓൾറെഡി വെൽഡ് ചെയ്ത് സെറ്റായി ചെക്ക് ചെയ്ത ശേഷം സ്റ്റാൻഡ് അവിടെ ഓൾറെഡി സെറ്റായിട്ട് എത്തിയിട്ടുണ്ടാവും. നെക്സ്റ്റ് ഇവിടെ സ്റ്റാൻഡ് വെച്ച് ഈ മെഷീനിലേക്ക് വെൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. വെൽഡ് ചെയ്യുന്ന കൂടെ തന്നെ ഓൾറെഡി ഇവിടെ ഇതിന്റെ വയർ റോപ്പ് ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് സെറ്റ്. ഇവിടെ ഈ വെൽഡിങ്ങിന്റെ പറഞ്ഞല്ലോ, ഈ വെൽഡിങ്ങിന് നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുത്തിട്ട് ചെയ്യുന്നത്. കാരണം ഒരു ചെറിയ രീതിയിൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര അപകടത്തിലേക്ക്. അപ്പൊ അതിന്റെ ശ്രദ്ധയൊക്കെ നിങ്ങൾ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ ആയിട്ട് വരുന്നത് അതിന്റെ ബാക്കി ഓൾറെഡി സ്റ്റീലിന്റെ എല്ലാം വെൽഡിംഗ് അല്ല വരുന്നത്, ബെൻഡിംഗ് ആണ് വരുന്നത്. വെൽഡിംഗ് അങ്ങനെ പൊതുവെ കുറവാണ് മെഷീനിൽ വരുന്നത്. മാക്സിമം ആൾക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടി ബെൻഡിംഗ് മാത്രമാണ് മെഷീനിൽ വരുന്നത്. ഇവിടെ വെൽഡ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു 3-4 പോർഷനിലെ മെയിൻ ആയിട്ട് വരുന്നത്. അത് ഓൾറെഡി നമ്മൾ ഫുൾ റൗണ്ട് വെൽഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു 2 സൈഡ് മാത്രം വെൽഡ് ചെയ്യേണ്ട അവസ്ഥയ്ക്ക് നമ്മൾ ഫുൾ റൗണ്ട് ഫുള്ള് മിഗ് വെൽഡിങ് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം ചെക്ക് ചെയ്ത ശേഷം മാത്രമാണ് അത് അവിടെ സ്റ്റാൻഡ് വരുന്നത്. സാധാരണ ഒരു 1-2 സ്പോട്ട് കൊടുക്കേണ്ടത് അതിന്റെ ഫുൾ റൗണ്ട് നമ്മൾ വെൽഡ് ചെയ്ത ശേഷം ചെക്ക് ചെയ്ത ശേഷം മാത്രമാണ് ഇത് ഈ മെഷീനിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. മെഷീനിലേക്ക് ഫിറ്റ് ചെയ്താൽ താഴ്ഭാഗത്ത് 2 വെൽഡിങ് താഴ്ഭാഗത്ത് വരുന്നത്. അതിനുശേഷമാണ് നമ്മുടെ വയർ റോപ്പ് ഇതിന്റെ സെക്ഷനിലേക്ക് പോകുന്നത്. വയർ റോപ്പ് ഈ സമയത്ത് തന്നെ ഓൾറെഡി ഇതിന്റെ ടയറാണ് മെയിനായിട്ട് ഇതിൽ മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത്. വയർ റോപ്പ് ഫിറ്റ് ചെയ്യുന്നത് ടയറിലാണ്. നമ്മൾ പഴയ വേസ്റ്റ് ടയറുകളാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. വേസ്റ്റ് ടയർ നമ്മുടെ ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്ന് അവിടെ ഓൾറെഡി നമ്മൾ ചെയ്യുന്ന ഡീലേഴ്സ് ഉണ്ട്. നമ്മുടെ പർച്ചേസിങ് ഓൾറെഡി അവിടെ പോയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ലോഡ് അവിടെ നമുക്ക് ഇങ്ങോട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. അതുപോലും നിങ്ങൾ ചെക്ക് ചെയ്ത ശേഷമാണ്. അപ്പോൾ അതിൻ്റെ ഇത് എന്താണെങ്കിലും എല്ലാം ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു തെങ്ങിൽ കയറുന്നതിനെ സംബന്ധിച്ചോളം ആളുടെ ഒരു സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അത്രയും ഒരു നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറെഡി അത് ചെക്ക് ചെയ്തതിന് ശേഷം അത് വയർ റോപ്പ് അതിൽ ഫിറ്റ് ചെയ്യുന്ന സെക്ഷനാണ് വരുന്നത്. വയർ റോപ്പ് ഫിറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ആണിയിലാണ് ഫിറ്റ് ചെയ്യുന്നത്. ആണി ഇതിൽ അടിച്ചതിന് ശേഷം 2 എൻഡ് ഭാഗങ്ങളുണ്ട്. എൻഡ് ഭാഗമാണ് മെഷീനിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. ആ എൻഡ് ഭാഗം പിടിപ്പിക്കുന്നത്
ഹൈഡ്രോളിക് മെഷീനിലാണ് പഞ്ച് ചെയ്ത് ഉറപ്പിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനം മെഷീനിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ചെയ്ത് കൊടുത്താൽ അത് എത്രത്തോളം നമുക്ക് സേഫ്റ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹൈഡ്രോളിക്കിലാകുമ്പോൾ നമുക്ക് ഇത്ര കറക്റ്റ് അതിന്റെ പ്രഷറൊക്കെ നമുക്ക് കറക്റ്റ് അറിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും. കറക്റ്റ് നമുക്ക് സേഫ്റ്റി നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റും. ഇവിടെ ഈ ലോക്ക് അത് ഈ കേബിളിന്റെ എൻഡ് ഭാഗത്തുള്ള ഈ ലോക്ക് ഇവിടുന്ന് ഹൈഡ്രോളിക്കിൽ പ്രസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന ഓൾറെഡി ഇപ്പോൾ മെഷീൻ ഇവിടെ ഹാഫ് സെക്ഷനിലേക്ക് ആയിട്ടുണ്ട്. ഇതിവിടെ നമ്മൾ കേബിൾ ഇതിൽ ഫിറ്റ് ചെയ്യാണ് വരുന്നത്. കേബിൾ ഫിറ്റ് ചെയ്യുന്ന ഈ 2 യു ബോൾട്ടിലാണ് കേബിളുകൾ ഫിറ്റ് ചെയ്യുന്നത്. കേബിൾ ഫിറ്റ് ഇവിടെ ഈ 4 ബോൾട്ട് ഇട്ട് ഈ യു ക്ലാമ്പ് ടൈറ്റ് ചെയ്യുന്ന ഓൾറെഡി കേബിൾ ഫിറ്റ് ആയിട്ടുണ്ട്. റൈറ്റും ലെഫ്റ്റ് 2 സൈഡ് വരുന്നതുകൊണ്ട് റൈറ്റ് ഷോർട്ട് ഹാൻഡ് വരുന്നതാണ് റൈറ്റ് വരുന്നത്. ലെങ്ത് പിടിക്കും നീളം കൂടിയത് വരുന്നതാണ് ലെഫ്റ്റ് സൈഡ് വരുന്നത്. ഓൾറെഡി ഇത് 2 ഇവിടെ സെറ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് അത് ചെക്കിംഗ് ആണ് വരുന്നത്. ഫുൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം ഓൾറെഡി പിന്നെ പാക്കിങ്ങിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പാക്കിംഗ് സമയത്ത് ഒന്നുകൂടി അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി പാക്ക് ചെയ്തതിനു ശേഷമാണ് വണ്ടി ലോഡിലേക്ക് കയറ്റുന്നത്. ഇത് കേരളത്തിൽ വേറെ ആരൊക്കെ ഈ ഒരു മെഷീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ പ്രൊഡക്ഷൻ നിലവിൽ ആരും ചെയ്യുന്നില്ല. ഈ പ്രൊഡക്ഷൻ ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റുകളും RTGC സർട്ടിഫിക്കറ്റും പേറ്റന്റും കമ്പനി പേരിൽ മാർഷലിന്റെ പേരിലാണ് ഇപ്പോൾ ഓൾറെഡി നിലനിൽക്കുന്നത്. കേരളത്തിലും കർണാടക, തമിഴ്നാട്, ആന്ധ്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് ഓർഡറുകളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. കേരളത്തിലൊരു 250 ഡീലർഷിപ്പിലും ചെയ്യുന്നുണ്ട്. കർണാടകത്തിലൊരു 50 ഡീലർഷിപ്പും പുതിയതായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കൂടാതെ കർണാടക ഹോർട്ടിക്കൾച്ചറിന്റെ ഓർഡറുകൾ ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്നുണ്ട്. പുതിയ ഡീലേഴ്സ് ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് പുതിയ ഡീലേഴ്സിന് ഇത് ചെയ്യണം താല്പര്യമുണ്ട്, നിങ്ങളൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം ക്വാണ്ടിറ്റി വരുന്നത് 10 എണ്ണമാണ് ക്വാണ്ടിറ്റി വരുന്നത്. നമ്മൾ വാൻസയിലാണ് ഡോർ ഡെലിവറി സൈറ്റിൽ ഓർഡർ തന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ നമ്മൾ എവിടെയാണോ ഓർഡർ സൈറ്റ് എവിടെയാണോ അവിടെ ഡോർ ഡെലിവറി സൈറ്റിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം. 2 റോഡിന്റെ മെഷീനാണ് ഇത് വരുന്നത്. 2 റോഡിൽ 2 റാഡാണ് വരുന്നത്. അതാണ് മെയിൻലി ബേസ് മോഡലുമായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 3 റോഡാണ്. 3 റോഡിൽ സെൻട്രൽ ഒരു റാഡ് എക്സ്ട്രാ വരുന്നുണ്ട്. ഇതാണ് 3 റോഡ് വരുന്നത്. തെങ്ങേറ്റ മെഷീനിൽ മെയിൻ ആയിട്ട് വരുന്ന 2 മോഡലുകൾ ഇത് തന്നെ, 2 റോഡും 3 റോഡും. അപ്പൊ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? 2 റോഡ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഒരു 80 കിലോയ്ക്ക് വരെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് 2 റോഡിന്റെ മെഷീൻ വരുന്നത്. നെക്സ്റ്റ് ഒരു 80 കിലോയ്ക്ക് മേലേക്ക് ഹെവി ഡ്യൂട്ടി ഐറ്റത്തിലേക്ക് വരുമ്പോഴാണ് 3 റാഡിന്റെ ഇതിലേക്ക് വരുന്നത്. ക്വാളിറ്റി വൈസിൽ സെയിം തന്നെയാണ് 2 വരുന്നത്. എക്സ്ട്രാ ഒരു റാഡ് കൂടും. മെഷീൻ ടോട്ടലി 1 കിലോ വെയിറ്റ് കൂടും. 9 കിലോ വെയിറ്റ് 3 റാഡിന് വരുമ്പോൾ 8 കിലോ വെയിറ്റ് മാത്രമാണ് 2 റോഡിന് വരുന്നത്. വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ആളുടെ വെയിറ്റിനനുസരിച്ചാണ് 2 റോഡും 3 റോഡും 2 ഐറ്റം വരുന്നത്. നെക്സ്റ്റ് നമ്മൾ വരുന്നത് കവുങ്ങ് കയറുന്ന മെഷീനാണ്. ഇതേ സെയിം അവസ്ഥ തന്നെയാണ് വരുന്നത്. കവുങ്ങ് കയറുന്ന മെഷീനിലേക്ക് സെയിം പ്രോഡക്റ്റ് തന്നെയാണ് വരുന്നത്. ഇതിന്റെ സ്മോൾ സൈസിലേക്ക് വരുവാണ് ചെയ്യുന്നത്. കവുങ്ങ് കയറുന്ന മെഷീനിലേക്ക് വരുമ്പോൾ അതിന്റെ 2 റോഡും 3 റോഡും 2 വേരിയന്റുകൾ വരുന്നുണ്ട്. സെയിം തന്നെയാണ്, ആളുടെ വെയിറ്റിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് കവുങ്ങ് കയറുന്ന മെഷീനിലേക്ക് 2 റോഡും 3 റോഡും 2 ഐറ്റം. ഇത് 2 റോഡിലേക്ക് വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് 3 റാഡിലേക്ക് വരുന്നതാണ്. ഇത് കൂടാതെ ഇനി പനയെ കയറുന്ന ഒരു മെഷീനും കൂടെ ചെയ്യുന്നുണ്ട്. നമ്മള് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് പനയെ കയറുന്നേക്കാണത്. ഇത് കരിമ്പനയുടെ വരുന്ന മെഷീനാണ് വരുന്നത്. കരിമ്പന മെഷീൻ കുറച്ചുകൂടി ഹൈറ്റ് കൂടുന്നുണ്ട്. റോപ്പ് സൈസ് വ്യത്യാസം വരുന്നുണ്ട്. ടോട്ടലി മെഷീന്റെ ഹൈറ്റ് കൂടുന്നുണ്ട്. റോപ്പിന്റെ ലെങ്ത് കൂടുന്നുണ്ട്. പനയുടെ വിത്തിനനുസരിച്ച് റോപ്പിന്റെ സൈസ് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ 2 റോഡാണ് മെയിൻ ആയിട്ട് വരുന്നത്. 3 റാഡിലേക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് 2 റോഡിലേക്ക് തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് അത് കഴിഞ്ഞ് വരുന്നത് ആനയ്ക്ക് ലീഫ് കട്ട് ചെയ്യുന്ന മെഷീനാണ് വരുന്നത്. ആനപ്പനയുടെ വരുന്നതാണ്. നേരെ ഇതിന്റെ തെങ്ങ് കയറുന്ന മെഷീന്റെ നേരെ ഡബിൾ സൈസിലേക്കാണ് വരുന്നത്. അതായത് അത്ര ഹൈറ്റ് വരുന്ന റോപ്പുകളൊക്കെ അത്ര ലെങ്തി ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ വെറൈറ്റി ആയിട്ട് വേറൊരു ഐറ്റമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഡീഗസ്കറാണ് പരിചയപ്പെടുന്നത്. തേങ്ങ പൊതിക്കുന്ന മെഷീനാണ് പറയുന്നത്. ഈ ഡീഗസ്കർ എന്ന് പറഞ്ഞാൽ നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. ഇവിടെ മാത്രം ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് വരുന്നത്. എല്ലാവരും ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ല. നോർമലി എല്ലായിടത്തും അവൈലബിൾ ആകുന്ന ഡീഗസ്കർ എന്ന് പറഞ്ഞാൽ നോർമലി താഴെ നിന്ന് മേലേക്കാണ് ഇതിന്റെ ഹാൻഡിൽ വർക്ക് ചെയ്യുന്നത്. നോർമലി ഈ ഇതിന്റെ വരുന്നത് ഇത് സ്പ്രിംഗിലാണ് വർക്ക് ചെയ്യുന്നത്. താഴേക്കാണ് ഇത് വർക്ക് ചെയ്യുന്നത്. താഴേക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തേങ്ങ പൊതിക്കുന്ന സിസ്റ്റത്തിലാണ്. 10 വർഷം റീപ്ലേസ്മെന്റ് വാറന്റിയോടെയാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ നോർമലി എല്ലാ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് നേരെ തിരിച്ച് റിട്ടേൺ ആണ്. സ്പ്രിംഗിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ സൈഡിൽ ഒരു സ്പ്രിംഗ് വരുന്നുണ്ട്. 10 വർഷം റീപ്ലേസ്മെന്റ് വാറന്റിയാണ് കൊടുക്കുന്നത്. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ സൈറ്റിൽ നമ്മൾ റീപ്ലേസ്മെന്റ് ആണ്. മറ്റേതിനേക്കാൾ കുറച്ചുകൂടി നല്ല ഇതാണല്ലോ, നമുക്ക് പവർ കൊടുക്കാൻ പറ്റുന്ന താഴോട്ടേക്കാണ്. മെറ്റൽ വരുന്ന 6 കിലോ മെറ്റൽ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി വൈസിൽ നമ്മൾ 6 കിലോ മെറ്റൽ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. എനിക്ക് മാത്രമല്ല ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും ഇതിന്റെ പ്രൈസ് അറിയണമെന്നാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, തെങ്ങേറ്റ മെഷീന്റെ ബേസ് മോഡലായ 2 റോഡിന്റെ പ്രൈസ് വരുന്നത് 2800 പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരുന്നത്. നെക്സ്റ്റ് മോഡൽ വരുന്നത് 3 റാഡാണ് വരുന്നത്. ഹെവി ഡ്യൂട്ടി ഐറ്റം പറഞ്ഞത് 3 റാഡിന് വരുന്നത് 3000 ആണ് വരുന്നത്. ഇത് തെങ്ങേറ്റ മെഷീനിൽ നെക്സ്റ്റ് മോഡൽ വരുന്നത് കവുങ്ങ് കയറുന്ന മെഷീനിലേക്കാണ്. സെയിം റേറ്റ് തന്നെയാണ് 2 റോഡിലും 3 റാഡിലും വരുന്നത്. 2 റോഡിൽ വരുന്നത് 2800. നെക്സ്റ്റ് 3 റാഡിലേക്ക് വരുമ്പോഴത്തേനും 3000 ആണ് വരുന്നത്. പിന്നെ വരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ പന കയറുന്ന മെഷീനിലേക്കാണ് സൈസ് വ്യത്യാസം വരുന്നുണ്ട്. തെങ്ങേറിനേക്കാളും ഐറ്റംസ് ഇതിൽ യൂസ് ചെയ്ത് വരുന്നുണ്ട്. ക്വാളിറ്റി വൈസിൽ കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടി ഐറ്റം ആണ് വരുന്നത്. പനകർന്ന മെഷീനിൽ വരുന്നത് 5500 ആണ് വരുന്നത്. പനകർന്ന മെഷീനിൽ നെക്സ്റ്റ് ആനയ്ക്ക് ലീഫ് കട്ട് ചെയ്യുന്ന മെഷീനിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടി ഐറ്റം ഹൈറ്റ് സൈസിൽ ടോട്ടലി ഇതാണ് 10500
600 ആണ് ഇത് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ കമ്പനി മാർഷലിന്റെ തന്നെ പ്രോഡക്റ്റ് വരുന്ന ഡീഗസ്കറിന്റെ റേറ്റ് ആണ് വരുന്നത്. ഡീഗസ്കറിന്റെ റേറ്റ് 550 ആണ് റേറ്റ് വരുന്നത്. 550 സാധാരണ മാർക്കറ്റിൽ ഇത്ര റേറ്റ് അവൈലബിൾ ആണ് പ്രോഡക്റ്റ്. 250 മാർക്കറ്റിൽ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ക്വാളിറ്റി വൈസിൽ നമുക്ക് ഇതിലേക്ക് വരുന്നുണ്ട്. ഒരു 5 kg മെറ്റൽ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. 5 kg മെറ്റലിന് ഓൾറെഡി മാർക്കറ്റിൽ മെറ്റലിന്റെ റേറ്റ് വെച്ച് നോക്കിയാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാൻ പറ്റും. ഓൾറെഡി ഇത് 10 വർഷം റീപ്ലേസ്മെന്റ് വാറന്റിയോടെയാണ് നമ്മൾ ഈ ഐറ്റം ചെയ്യുന്നത്. സൈഡിൽ റീപ്ലേസ്മെന്റ് വാറന്റിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഒന്നും സംഭവിക്കില്ല നമ്മൾ 100% ഉറപ്പാണ്. അത്രയും വാറന്റിയോടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങോട്ട്. കൂടാതെ വെൽഡഡ് മെഷ്, നെറ്റ്, ചെയിൻ ലിങ്ക് അതിന്റെ എല്ലാ പ്രൊഡക്ഷനുകളും ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. മെഷിന്റെ ചെയ്യുന്നത് ഓൾറെഡി മെഷീന് ചെയ്യുന്നത് സിസ്റ്ററുടെ കമ്പനിയാണ്. ഇരിട്ടിയിലുള്ള നമ്മുടെ ഫാക്ടറിയിലെ മെഷീൻ എല്ലാം പ്രൊഡക്ഷൻ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ മെഷീന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ മെഷീൻ വെച്ചിട്ട് എല്ലാ മെഷീൻസും തന്നെയാണ് അവിടെ തന്നെ ചെയ്യുന്നതാണ്. അവിടെ പ്ലാന്റ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു 2 year ആയിട്ടുള്ള അവിടെ പ്ലാന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് റണ്ണിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഓൾറെഡി. ഇപ്പോൾ തെങ്ങേറ്റ് മെഷീന്റെ പ്രൊഡക്ഷനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് ആളുകൾക്ക് നല്ല രീതിയിൽ സംശയമുണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് തെങ്ങിൽ ആദ്യം എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തെ പറ്റി നോക്കുക. 2 റോഡിൽ വരുന്നതിൽ റൈറ്റും ലെഫ്റ്റും വരുന്നുണ്ട്. ചെറിയ ഷോർട്ട് ഹാൻഡിൽ വരുന്നതാണ് റൈറ്റ് സൈഡ് വരുന്നത്. ഈ ലെങ്ത് കൂടിയ സൈഡിൽ വരുന്നത് ലെഫ്റ്റ് സൈഡാണ് വരുന്നത്. ആദ്യം നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡാണ് ആദ്യം ഫിറ്റ് ചെയ്യേണ്ടത്. അത് നമുക്കിന്റെ ലോക്കിന്റെ ഇതിന്റെ താഴ്ഭാഗത്താണ് ലോക്ക് പോർഷൻ വരുന്നത്. ഈ ലോക്ക് ഇതിൽ നിന്ന് റിലീസ് ചെയ്തെടുക്കാം. റിലീസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഓൾറെഡി സ്റ്റാൻഡ് താഴെ ഫ്രീ ആയിട്ട് പോയിട്ടുണ്ട്. ഈ ലോക്ക് ഈ 2 ഹുക്ക് വഴിയും കൂടെ ഈ കേബിളിൽ നിന്ന് റിലീസ് ചെയ്തെടുത്തിട്ട് നമ്മൾ തെങ്ങിൽ ചുറ്റിയാണ് റോപ്പ് എടുക്കേണ്ടത്. തെങ്ങിൽ ചുറ്റി റോപ്പ് എടുത്തതിന് ശേഷം തെങ്ങിൽ ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. തെങ്ങിൽ ചുറ്റി പിന്നെ ശേഷം ഈ സ്റ്റാൻഡിലേക്കാണ് ലോക്ക് ചെയ്യുന്നത്. സ്റ്റാൻഡിലാണ് ലോക്ക് ചെയ്യുന്നത്. സ്റ്റാൻഡിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തെങ്ങിൽ ഫിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. തെങ്ങിൽ ഫിറ്റ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് അതിന്റെ റൈറ്റ് സൈഡ് ആണ് വരുന്നത്. റൈറ്റ് സൈഡ് ഇതിന്റെ മുകൾ ഭാഗത്താണ് വരുന്നത്. തിരിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. റൈറ്റും ലെഫ്റ്റും ഇത് മസ്റ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. സെയിം ഇതിൽ തന്നെ ഈ ലോക്ക് ഇത് റിലീസ് ചെയ്തിട്ട് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് റൈറ്റ് സൈഡ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇതിൽ തന്നെ റോപ്പ് തെങ്ങിന് ചുറ്റിയെടുത്ത് ഈ 2 ഹുക്ക് വഴിയിട്ട് മറ്റേ ചുറ്റി പോകാതെ ശ്രദ്ധിക്കണം അല്ലേ? അതിന്റെ മുകൾ ഭാഗത്ത് വരുന്നോണ്ട് കുഴപ്പമില്ല. ആദ്യം താഴെ ഫിറ്റ് ചെയ്ത് വെച്ചോളൂ. ഇതിന്റെ മുകൾ ഭാഗത്തല്ല ഇത് വരുന്നത്. സെയിം ലോക്കിൽ തന്നെയാണ് ഇത് വരുന്നത്. ഫിറ്റിംഗ്സ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ തെങ്ങിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 ഫിറ്റ് ആയി കാണും. ഇത് പിന്നെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് കൂടുതൽ ലേഡീസ് ആണ് ഇപ്പോൾ മെഷീൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാസ്റ്റർ ട്രെയിനർ ആളുണ്ട്. 5000 പേരെ തെങ്ങേറ്റത്തിൽ പഠിപ്പിച്ച ഒരാളാണ്. 5000 ട്രെയിനറാണ്, മാസ്റ്റർ ട്രെയിനറാണ്. കൃഷിഭവനിലൊക്കെ ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്ന ആളാണ്. ചേച്ചി അത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഒന്ന് കാണിച്ചു തരും. ചേച്ചി കയറാൻ പോവാണ്. അടിപൊളി. നമ്മുടെ ആദ്യം വലത് കാലം. ഓക്കെ. അതേപോലെ രണ്ടാമത് ഇടത് കാലം അതിൽ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുക. നമ്മളൊരു ചെരുപ്പി ഓട്ടുന്നത് പോലെ തന്നെ അല്ലേ? നമ്മൾ നടക്കുന്ന ഒരു അവസ്ഥ എങ്ങനെയാണോ, നമ്മൾ സൈക്കിൾ ഓട്ടുന്നു അല്ലെങ്കിൽ നടക്കുന്ന എങ്ങനെയാണോ സെയിം അവസ്ഥ തന്നെ നമ്മൾ നോർമലി നടക്കുന്നതാണ്. ഒന്ന് കൈയോട് പിടിച്ചിട്ട് അതൊന്ന് പൊക്കിയിട്ട് അങ്ങോട്ട് പോകുക. കാല് റിലീസ് കഴിഞ്ഞാൽ ഓൾറെഡി തെങ്ങിന്ന് റോപ്പ് റിലീസായി. കാലുകൊണ്ട് പൊക്കുന്നു, ചവിട്ടുന്നു, അവിടെ ടൈറ്റായി. മെഷീൻ ഓൾറെഡി ലോക്കായി. നമ്മൾ ഓൾറെഡി എവിടെ നിൽക്കുന്നോ ആ സെയിം അവസ്ഥ തന്നെ മെഷീനിൽ നിൽക്കുന്നു. അത്രേ വരുന്നുള്ളൂ അതിൻ്റെ അകത്ത്. വളരെ സിമ്പിൾ ആയിട്ട് കയറി പോകും അല്ലേ? അതെ, നമ്മൾ നടന്നു പോകുന്നത് പോലെ തന്നെ തെങ്ങിൽ പോകാൻ പറ്റും. അത്രേ ഉള്ളൂ. 5000 പേരൊക്കെ ട്രെയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ എങ്ങനെ കേരളം മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. കൃഷിഭവനുകളിലേക്ക് ട്രെയിനിങ്ങിനായിട്ട് പോകുന്ന ആളാണ്. ആണോ? ചേച്ചിയുടെ പേര് ശ്യാമള എന്നാണ്. ശ്യാമള. നിങ്ങൾ ഇവിടെ നമ്മുടെ കമ്പനി സ്റ്റാഫ് തന്നെയാണ്. നിങ്ങളുടെ കമ്പനി സ്റ്റാഫും കൂടിയാണ്. ചേച്ചി അങ്ങ് മുകളിലെത്തി തേങ്ങ പറിക്കാറായി. മേലെ എത്തിയുണ്ട് ചേച്ചി. അപ്പൊ ഇത്ര സമയം നമുക്ക് ആവശ്യമുള്ള ടൈമിന്റെ കാര്യത്തിൽ നമുക്ക് വളരെ ഇതിനകത്ത് സാധാരണ പരമ്പരാഗത രീതിയിൽ ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ നമുക്ക് പെട്ടെന്ന് തെങ്ങിൽ കയറി ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റും. അത്രയും നമുക്ക് സ്ട്രെയിൻ വരുന്നില്ല മെഷീനിൽ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും. ഇത് ശരിക്കും നമുക്ക് ഒരു സാധാരണ ഒരു തെങ്ങ് കയറ്റ തൊഴിലാളിക്ക് വലിയൊരു സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് കയറാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് വരുന്നത്. പരമ്പരാഗത രീതിയിലുള്ള തെങ്ങ് കയറ്റത്തിൽ നിന്ന് വളരെ ഒരു വിപ്ലവകരമായ മാറ്റം നമുക്ക് ഈ മെഷീനിലൂടെ നമുക്ക് വരുത്താൻ പറ്റിയിട്ടുണ്ട്. പണ്ട് തളപ്പിട്ടൊക്കെ കയറിക്കൊണ്ടിരുന്ന കർഷകരൊക്കെ ഇപ്പോൾ എല്ലാവരും തെങ്ങേറ്റ തൊഴിലാളി എല്ലാവരും ഇപ്പം മെഷീൻ ബേസിലാണ് ഉപയോഗിക്കുന്നത്. അന്ന് ഉപയോഗിച്ചിരുന്ന ആൾക്ക് ഒരു 60-70 വയസ്സ് കഴിയുമ്പോൾ വീണ്ടും അവരൊരു രോഗാവസ്ഥയിലേക്ക് മാറുന്ന അവസ്ഥ വരുന്നുണ്ടായിരുന്നു പരമ്പരാഗത രീതിയിൽ കയറുമ്പോൾ. പക്ഷേ മെഷീൻ ബേസ് ഉപയോഗിക്കുമ്പോൾ അവർക്ക് എത്ര കാലമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, അവരൊരു ലൈഫ് ടൈമിൽ അവർക്ക് 100% ഇപ്പോൾ ആ മെഷീൻ മഴക്കാലത്തും റെയിനിങ് സീസണിൽ ഏത് സമയത്ത് ഇവർക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന 100% കോൺഫിഡൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനായിട്ട് നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. ഒത്തിരി വീട് മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. തെങ്ങേറ്റിൽ പരമ്പരാഗത രീതിയിൽ കയറുമ്പോൾ വളരെ രീതിയിൽ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. പലരും ഇന്നും എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ ബെഡിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ മെഷീൻ വൈസിലേക്ക് വന്നപ്പോൾ ഇന്നേ വരെ നമ്മുടെ ഇതിൽ 100% നമുക്ക് പറയാൻ പറ്റും. ഇന്നേ വരെ ഈ മെഷീൻ ഉപയോഗിച്ചിട്ട്
ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് അപകടം ഇതുവരെ സംഭവിച്ചിട്ടില്ല. നമുക്ക് 100% സേഫ്റ്റി മെഷർമെന്റ് ചെയ്ത് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇത്രയും വർഷമായിട്ട് ഒരാൾക്കും ഈ മെഷീൻ വെച്ചിട്ട് ആർക്കും ഇതുവരെ അപകടം സംഭവിച്ചിട്ടില്ല. ഈ ഒരു മെഷീൻ നിങ്ങൾ കൊണ്ടുവന്ന സമയത്ത് ഗവൺമെന്റ് ഭാഗത്ത് നിന്നൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നത്? ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. 2006 റിസർച്ച് ആൻഡ് ടെസ്റ്റിംഗ് സെന്ററിൽ നമുക്ക് അനിൽകുമാർ സാറാണ് ഇതിന്റെ സർട്ടിഫൈ ചെയ്ത് അപ്രൂവൽ കിട്ടിയത്. അതിനുശേഷം നമുക്ക് ഗ്രോത്തിലേക്ക് നയിച്ചതെന്ന് പറഞ്ഞാൽ CK ജോസ് IAS ആണ് ഇതിന്റെ മിഷന്റെ കൂടുതൽ നമുക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഓരോ സ്കീമുകളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് അതിനുശേഷം 1500 ട്രെയിനിങ് സെന്ററുകളിലേക്ക് ഫ്രണ്ട്സ് ഓഫ് കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്ത് ട്രെയിനിങ് സെന്ററുകളിലേക്ക് ഈ ക്ലൈംബറുകൾ സപ്ലൈ ചെയ്യുന്നതിനുള്ള നമുക്ക് മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. എത്രയാണ് മാർഷലിന്റെ വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് കാഴ്ചകള്? ഒരു തെങ്ങ് കയറാനുള്ള മെഷീൻ യന്ത്രം നിർമ്മിക്കുന്ന അത് തുടക്കം മുതൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു. അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു അല്ലേ? എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യം മാർഷൽ വന്നപ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ സാധാരണയുള്ള നമ്മളെ വീട്ടമ്മമാരുണ്ടല്ലോ, ആ വീട്ടമ്മമാര് ഈ ഒരു കമ്പനിയിലേക്ക് വന്ന് ഇവിടുത്തെ വർക്ക് പഠിച്ചിട്ട് അവരിന്ന് നല്ല രീതിയിലാണ് ഇവിടെയുള്ള ഓരോ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. സ്ത്രീകളെ നല്ല രീതിയിൽ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജോയി ചേട്ടൻ കാണിച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, യന്ത്രങ്ങൾ നിർമ്മിക്കുന്നത് മാത്രമല്ല ഇതേപോലുള്ള ഒത്തിരി പേരെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്നു, അവരെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. ഇന്ന് നല്ലൊരു രീതിയിലുള്ള വരുമാനം സമ്പാദിക്കുന്ന രീതിയിലേക്ക് ഓരോരുത്തരും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് മാർഷൽ വന്ന സമയത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. ഇന്ന് ഞാൻ കൊടുക്കുന്ന പോലെ തന്നെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.